ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 24, പേജ് നമ്പർ 692. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവഥാ വർത്തമാനോപി ന സ ഭൂയോഭിജായതേ. പദാനുപദം. യഹ യാതൊരുവൻ, ഏവം ഇപ്രകാരം, പുരുഷം ജീവസത്തയെയും, ഗുണൈഃ സഹ ഭൗതിക ഗുണങ്ങളോട് കൂടിയ, പ്രകൃതിം ച പ്രകൃതിയെയും, വേത്തി അറിയുന്നു, സഹ അവൻ, സർവഥാ ഏതു പ്രകാരത്തിൽ, വർത്തമാനഃ അപി സ്ഥിതി ചെയ്യുന്നവനായാലും, ഭൂയഃ വീണ്ടും, ന അഭിജായതേ ജനിക്കുന്നില്ല. വിവർത്തനം. ഭൗതിക പ്രകൃതിയെയും ജീവസത്തയെയും പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധത്തെയും വിശദമായി അറിഞ്ഞവർക്ക് നിശ്ചയമായും മോക്ഷം ലഭിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഈ ലോകത്തിൽ അവർ വീണ്ടും ജനിക്കില്ല. ഭാവാർത്ഥം. ഭൗതിക പ്രകൃതി, വ്യക്തിഗതനായ ജീവാത്മാവ്, പരമാത്മാവ്, ഇവരുടെ പരസ്പര ബന്ധം എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് നേടിയവർ മുക്തിക്കർഹരാണ്. ഭൗതിക പ്രകൃതിയിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിതനാകാതെ പരവ്യോമത്തിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ജ്ഞാനത്തിൻ്റെ ഫലം. ജീവാത്മാവ് യാദൃച്ഛികമായി ഭൗതിക ജീവിതത്തിൽ വീണുപോയതാണെന്ന സത്യമറിയൽ തന്നെ ജ്ഞാനത്തിൻ്റെ ലക്ഷ്യം. പ്രാമാണികത്വമുള്ള മഹാപുരുഷന്മാരുടെയും ആധ്യാത്മികാചാര്യൻ്റെയും സഹവാസം കൊണ്ടും സ്വപ്രയത്നം കൊണ്ടും ഒരാൾക്ക് തൻ്റെ സ്ഥിതി മനസ്സിലാക്കാം. എന്നിട്ട് ഭഗവത് പ്രോക്തമായ ഭഗവത്ഗീതയുടെ നിഷ്കൃഷ്ടമായ പഠനം കൊണ്ട് ആധ്യാത്മിക ബോധം അഥവാ കൃഷ്ണാവബോധം ഉൾക്കൊള്ളാം. ഇങ്ങനെ ചെയ്യുന്നവർക്ക് വീണ്ടും ഭൗതിക ജീവിതമെടുക്കേണ്ടി വരില്ല. അവർക്ക് ആധ്യാത്മിക ലോകത്തിൽ സച്ചിദാനന്ദമയമായ ജീവിതം ലഭിക്കും. ഹരേ കൃഷ്ണ.